ബോംഡിലയിൽ നിന്നും തവാങ്ങിലേക്കുള്ള യാത്രാമധ്യേ സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമമാണ് ഡിറാങ്. മഹായാന ബുദ്ധമത വിശ്വാസികളായ മോൺപെ വിഭാഗക്കാരാണ് ഗ്രാമവാസികളിൽ ഭൂരിപക്ഷവും. ഡിറാങ് താഴ്വരയിൽ അല്പമുയർന്ന ഒരു കുന്നിന്റെ മുകളിലാണ് പ്രസിദ്ധമായ ഡിറാങ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റൻ സംസ്കാരത്തിന്റെയും ബുദ്ധമത പഠനത്തിന്റെയും കേന്ദ്രം കൂടിയാണ് ഡിറാങ് ബുദ്ധവിഹാരം. ബൗദ്ധ പാരമ്പര്യത്തിന്റെ വേരുകൾ അന്വേഷിക്കുന്ന സഞ്ചാരികളുടെ സുപ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ഈ ബുദ്ധവിഹാരം. മൊണാസ്ട്രിയിൽ നിന്നുള്ള ഡിറാങ് താഴ്വരയുടെ ദൃശ്യം ഏതൊരു സഞ്ചാരിയെയും വിസ്മയപ്പെടുത്തുന്ന കാഴ്ചയാണ്. അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കാമെങ്, തവാങ് എന്നീ ജില്ലകൾക്കിടയിലുള്ള പർവ്വത ചുരമാണ് സേല. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സേല തവാങ്ങിലേക്കുള്ള പ്രവേശന കവാടമാണ്. സേല തടാകം ടിബറ്റൻ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പവിത്രമായ 101 തടാകങ്ങളിൽ ഒന്നാണ്. വർഷം മുഴുവൻ മഞ്ഞിനാൽ ആവരണം ചെയ്തു കിടക്കുന്ന സേല അഭൗമമായ ഒരു ദൃശ്യ വിരുന്നാണ്. മാർച്ച് 9 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സേല ടണൽ ഗുവാഹത്തിയിൽ നിന്നും തവാങ്ങിലേക്കുള്ള യാത്ര കുറച്ചുകൂടി എളുപ്പമാക്കുന്നു. ഡിറാങ്ങിനും തവാങ്ങിനുമിടയിലുള്ള ദൂരം 10 കിലോമീറ്റർ കുറയ്ക്കാൻ ഈ തുരങ്കപാത സഹായിക്കുന്നു. മാത്രവുമല്ല, ചൈനീസ് അതിർത്തിയായ ബംലയിലേക്ക് സൈനികരെയും ആയുധങ്ങളെയും എത്തിക്കുന്നതിന് ഈ തുരങ്കപാത നിർണായക പങ്ക് വഹിക്കുന്നു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നടപ്പാക്കിയ ഈ തുരങ്കപാതയിൽ 2 തുരങ്കങ്ങളും ഒരു ലിങ്ക് റോഡും ഉൾപ്പെടുന്നു. സാധാരണയായി തവാങ്ങിലേക്കുള്ള സഞ്ചാരികൾ സേല പാസ് വഴിയും തിരിച്ചു വരുമ്പോൾ സേല ടണൽ വഴിയുമാണ് കടന്നു വരുന്നത്.
അരുണാചലിൽ തവാങ് ജില്ലയിലെ ജാങ് പട്ടണത്തിൽ നിന്ന് 2 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് ജാങ് ഫാൾസ് അഥവാ നൂറനാങ് വെള്ളച്ചാട്ടം. 100 മീറ്റർ ഉയരമുള്ള ഈ വെള്ളച്ചാട്ടം തവാങ് നദിയിൽ വിലയിക്കുന്നു. 1962 ചൈന ഇന്ത്യൻ യുദ്ധത്തിൽ ഇന്ത്യൻ ആർമി റൈഫിൾമാൻ ആയിരുന്ന ജസ്വന്ത് സിംഗ് റാവത്തിനെ സഹായിക്കുകയും ശത്രു സൈനികരാൽ വധിക്കപ്പെടുകയും ചെയ്ത നൂറ എന്ന പെൺകുട്ടിയുടെ സ്മരണാർത്ഥമാണ് ഈ വെള്ളച്ചാട്ടം നൂറനാങ് വെള്ളച്ചാട്ടം എന്നുകൂടി അറിയപ്പെടുന്നത്. 1997 പുറത്തിറങ്ങിയ കൊയ്ല എന്ന ബോളിവുഡ് ചിത്രത്തിലെ തൻഹായ് തൻഹായ് എന്ന ഗാന ചിത്രീകരണം നടന്നത് ജംഗ് ഫാൾസിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. ബോംഡിലയിൽ നിന്നും തവാങ്ങിലേക്കുള്ള ദേശീയ പാതയിൽ നിന്ന് അല്പം മാറി ഷെർണപ്പ് ഗ്രാമത്തിലൂടെ 15 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ചാക്സാമിൽ എത്തിച്ചേരാം. കോസ്മോസ് പൂക്കളും കഞ്ചാവ് ചെടികളും നിറഞ്ഞ ഗ്രാമമാണ് ഷെർണപ്പ്. ദുർഘടമായ വഴിയായതുകൊണ്ട് തന്നെ സാധാരണ സഞ്ചാരികൾ ഈ വഴി യാത്ര ചെയ്യാറില്ല. പ്രാചീന സാങ്കേതിക വിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ചാക്സാം. ടിബറ്റൻ ഭാഷയിൽ ചാക് എന്നാൽ ഇരുമ്പ് എന്നും സാം എന്നാൽ പാലം എന്നുമാണ് അർത്ഥം. AD 1420 ബുദ്ധസന്യാസിയും വാസ്തുശില്പിയുമായ താങ്ടോങ് ഗ്യാൽപോ തവാങ് നദിക്ക് കുറുകെ നിർമ്മിച്ച ഇരുമ്പ് പാലമാണിത്. തവാങ് നദിയുടെ വടക്കുള്ള കിറ്റ്പി ഗ്രാമത്തെയും തെക്കുള്ള മുക്തോ ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ചാക്സാം. കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച ഈ സാങ്കേതിക വിസ്മയം ഇരുമ്പ് ചങ്ങലകൾ, ചൂരൽ, മുള, വൈക്കോൽ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചത്. 60 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഈ പാലം ഇന്നും ഒരു വിസ്മയമായി നിലകൊള്ളുന്നു. ടിബറ്റിന്റെയും ഭൂട്ടാന്റെയും ചരിത്രത്തിലെ ഇതിഹാസ വ്യക്തിത്വമായിരുന്നുവത്രേ ഒന്നാമത്തെ ദലൈലാമയുടെ ശിഷ്യനായ താങ്ടോങ് ഗ്യാൽപോ. 14-ാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ ജനിച്ച അദ്ദേഹം ഹിമാലയൻ ഗ്രാമങ്ങളിലുടനീളം 58ഓളം ഇരുമ്പ് പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചാക്സാം ബാബ എന്ന അപരനാമത്താലും പ്രസിദ്ധനാണ്. ഹിമാലയൻ മേഖലയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ കൂടി പ്രതീകമാണ് 600 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പാലം.